പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെയാണ്. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. ഇവിടെ വെള്ളം എന്ന് പറയുന്നത് വചനമാണോ? അതാണ് വിഷയം. പെന്തക്കോസ്ത് സഭകൾ മുഴുവൻ പറയുന്നത് വെള്ളം എന്നിവിടെ പറയുന്നത് വചനമാണ് എന്നാണ്. അത് തീർച്ചയായിട്ടും തെറ്റാണ്. ആദ്യത്തെ പോയിന്റ് തന്നെ കർത്താവിന് വചനം കൊണ്ടും ആത്മാവ് കൊണ്ടെന്ന് പറഞ്ഞാൽ പറയും. വെള്ളമെന്ന് പറയാൻ എന്തെങ്കിലും ഉദ്ദേശമില്ലാതെ കർത്താവ് പറയൂ? ഇവിടെ വെള്ളം കൊണ്ടും ആത്മാവും കൊണ്ടും. വെള്ളം ഒരു ബാഹ്യമായ ചടങ്ങാണ്. ആത്മാവ്, നമ്മുടെ ആത്മാവിലുണ്ടായിരുന്ന ആന്തരിക പരിവർത്തനം, ആത്മാവിന് അങ്ങനെ ഒരർത്ഥമുണ്ട്. മറ്റൊരർത്ഥം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ആന്തരിക പരിവർത്തനം ഉണ്ടാകുന്നത്. അതിന് വചനം വേണം. അത് വേറെ, ഇത് വേറെ. വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും മാമോദിസ കൊടുക്കാനല്ല കർത്താവ്. അത് ഒരിക്കൽ കൂടി വിശദമായിട്ട് പറഞ്ഞാൽ, വെള്ളം കൊണ്ട് മാത്രമല്ല ആത്മാവ് കൊണ്ട് വേണം. ഞാനിത് പാസ്റ്റർ സജീവ് വർഗീസ് ബംഗളൂരിനൊരു മറുപടി ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഈ ഭാഗത്തെപ്പറ്റി ഞാൻ അല്പം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീണ്ടും അദ്ദേഹം, ഞാൻ 2 ദിവസം മുമ്പ് കണ്ട ഒരു വീഡിയോയിൽ വീണ്ടും അത് തന്നെയാണ് പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആളുകൾ. പെന്തക്കോസ്തുകാരെ വിശ്വസിക്കുന്നുണ്ടാവും, അപ്പോസ്തോലിക സഭകളിൽ ആരും അത് വിശ്വസിക്കില്ല. അതിൻ്റെ ഒരു ചെറിയ വ്യാഖ്യാനം പറയാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. വെള്ളം കൊണ്ടുള്ള ഒരു ബാഹ്യമായ പ്രവർത്തനം, ആത്മാവ് കൊണ്ടുള്ള ഒരു ആന്തരികമായ പരിവർത്തനം, അത് തന്നെയാണ് കർത്താവ് ഉദ്ദേശിച്ചതും. അത് വേണം. അപ്പം ചോദിക്കും, ആദ്യത്തെ പെന്തക്കോസ്ത് ദിവസത്തിലെ പ്രസംഗത്തിൽ അവിടെ വെള്ളം കൊണ്ടാണോ? അത് സാന്ദർഭികമായ ചില ഒഴിവൊഴികൾ മാത്രമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞത് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും. ഞാനത് പറഞ്ഞു, വെള്ളം കൊണ്ട് ആത്മാവ് കൊണ്ടും. അത് യോഹന്നാൻ്റെ സുവിശേഷം 3:3 നിക്കോദീമോസിനോട് പറയുന്ന, അവന് വലിയ പ്രമാണിയാണ്. യഹൂദ നിയമങ്ങളൊക്കെ അവന് ഒരുവിധം അറിയാം. സന്നിധി സംഘത്തിൽ അംഗമാണ്. അപ്പം അവന് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരരുതായിരുന്നു. ഞാൻ വീണ്ടും അമ്മയുടെ വയറ്റിൽ ജനിക്കണമെന്ന് ചോദിക്കാൻ പാടില്ല. കാരണം വിജാതീയരെ യഹൂദന്മാരാക്കുവാൻ വെള്ളം കൊണ്ടുള്ള കഴുകൽ, സ്നാനം നടത്തിയിട്ടുണ്ട്. അത് വീണ്ടും ജനനമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് അവൻ മനസ്സിലാക്കണം. വെള്ളം കൊണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം തന്നെ. ആത്മാവ് കൊണ്ടെന്ന് പറയുമ്പോൾ ആത്മാവിലുണ്ടാകുന്ന പരിവർത്തനം, നമ്മുടെ ആത്മാവിലുണ്ടാകുന്ന പരിവർത്തനം, അത് പരിശുദ്ധാത്മാവിൽ കൊണ്ട് മാത്രമേ അത് നടക്കൂ. അവിടെ വചനം വേണം. വെള്ളം കൊണ്ടുള്ളൊരു വചനം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അത് മറ്റേ തിരിച്ചു പറയുകയാണെങ്കിൽ പിന്നെയും എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കൊണ്ടുള്ള മാമോദീസ വിജാതീയരെ യഹൂദന്മാരാക്കുവാൻ നടത്തിയിട്ടുണ്ട്. അതവനറിയാം. പിന്നെ വെള്ളം കൊണ്ടാണ് മാമോദീസയുടെ മുൻകുറിയായ ജലപ്രളയം ഉണ്ടായത്. അവിടെ വചനം നോഹ പറഞ്ഞില്ലേ, 120 കൊല്ലത്തോളം അവൻ പ്രസംഗിച്ചു. ജലപ്രളയം വരാൻ പോണു,
എല്ലാവരും പെട്ടാത്തി കയറി രക്ഷപ്പെട്ടോ? ഒരെണ്ണം വിശ്വസിച്ചില്ല. അവൻ്റെ കുടുംബം ഒഴിച്ച് വേറെ ആരും വിശ്വസിച്ചില്ല. ഇതുവരെ മഴ എന്താ അവർ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നിലത്ത് നിന്നും മഞ്ഞ് പൊങ്ങിയാണ് ഭൂമി നനച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും അവർ വിശ്വസിച്ചില്ല. അപ്പോൾ വചനം കൊണ്ട് വിശ്വസിച്ചില്ല. അവർ നശിച്ചുപോയി, വെള്ളപ്പൊക്കത്തിൽ പോയി. നോഹിന്റെ കുടുംബം ദൈവം പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അത് മാമോദീസയുടെ മുൻകുറിയാണ്. അവിടെ വെള്ളം വേണം. പിന്നെ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ, പെന്തിക്കോസ്ത് ദിവസത്തിൽ 3000 പേർക്ക് വെള്ളത്തിൽ മുങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് എല്ലാവരും കണ്ടതാ. പ്രത്യക്ഷമായ ഒരു അടയാളം അവിടെ കിട്ടി. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഞാൻ പറയുന്നത്, ചില സാങ്കേതിക സന്ദർഭങ്ങളിൽ അങ്ങനെ വേണ്ടി വരും. പക്ഷെ ആ ഒരു സന്ദർഭം മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ പിന്നെ ഇടാം. എങ്ങനെയാണ് അതിൻ്റെ വീഡിയോ? ദൃശ്യമായ മാധ്യമത്തിൽ കൂടി മാത്രമേ കർത്താവിൻ്റെ കൃപ ലഭിക്കൂ. ആ വിഷയത്തെപ്പറ്റി പിന്നീട് ഇടാം. അതുപോലെ തന്നെ മേഘത്തിൻ കീഴ് നമ്മുടെ പിതാക്കന്മാർ കടന്നുപോയില്ലേ, ചെങ്കടൽ കടന്നപ്പോൾ. മേഘം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാണ് സൂചിപ്പിക്കണേ. മേഘത്തിൽ നിന്ന് വെള്ളം വിടാതിരിക്കട്ടെ. അത് മുൻകൂറികളാന്ന് വേദപുസ്തകത്തിൽ തന്നെ പറയണല്ലേ. പഴയ നിയമം മുഴുവൻ നിഴലാന്നേ, പുതിയ നിയമത്തിലാണ് അതിൻ്റെ പൊരുൾ വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വെള്ളത്തെപ്പറ്റി, അല്ലെങ്കിൽ വെള്ളം അതിൽ ഉൾക്കൊള്ളുന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ച വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടുമാണ്. ഒരു സംശയമില്ലാത്ത കാര്യം. വെള്ളം കൊണ്ടുള്ള മാമോദീസ കൂടാതെ മാമോദീസ പൂർണ്ണമാകുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സഭ ഏതെന്ന് അറിയാൻ പാടില്ല. അതിനെപ്പറ്റി വിശദമായിട്ട് അദ്ദേഹം അതിനകത്ത് പറയുന്നില്ല. പെന്തക്കോസ്ത് YPC ഒക്കെ വെള്ളം കൊണ്ട് മാമോദീസ ഉണ്ട് വെള്ളത്തിൽ. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമുണ്ട് എന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഒരിക്കലും അദ്ദേഹം പറഞ്ഞത്, സജീവ് വർഗീസ് പറഞ്ഞത്, വാസ്തു പറഞ്ഞത്, അതിനും കേട്ട് അവൻ്റെ ആന്തരിക പരിവർത്തനം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് അവനുണ്ടായില്ല. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. അപ്പം ഞങ്ങൾക്കും മനസ്സിലാവുന്നു, ഈ ഭാഷന്മാർക്ക് മനസ്സിലാവുന്നു. അത്രമാത്രം ഒരു ദൈവീക ശക്തി അല്ലെങ്കിൽ ഒരു പ്രവചന ശക്തി അവർക്കുണ്ടെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ അതിനൊന്നും എതിര് പറയാൻ പാടില്ല. ആർക്കും എന്നും പറയാനുള്ള അവകാശമില്ലേ? നമ്മുടെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ഇവിടെ അദ്ദേഹം പറയുന്നത് 1 പത്രോസ് 1:23 കെട്ടുപോകുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ ആണ് നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നതെന്ന്. അവിടെ കെടാത്ത ബീജം എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുക. ഒരു ശാരീരികമായ ജനനമാണ് മാമോദീസ നടക്കുന്നത്, അല്ലല്ലോ. ആ ബീജത്തെ വചനത്തോട് ഉപമിക്കണം. വചനം എന്ന് പറഞ്ഞാൽ ബീജം എന്ന് പറഞ്ഞാൽ അവിടെ വചനമാണ്. ബീജം വിത്താണ്. കൃഷിക്കാരുടെ ഭൂമിയിൽ വിത്ത് ദൈവത്തിനാണ് സത്യത്തിന് പറയേണ്ടത്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ ശാരീരിക ജനനമല്ല, ആന്തരികമായ ജനനം, ആത്മാവിലെ ജനനം. അതുകൊണ്ട് ആന്തരിക പരിവർത്തനമാണ് അവിടെ പത്രോസിലെ ഉദ്ദേശിച്ചത്. അതായത് ശരിയായ മാമോദീസ. ഞാൻ ഒരിക്കൽ കൂടി പറയണം, മാമോദീസായിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകണമെങ്കിൽ കൈവെപ്പുള്ള ഒരു പട്ടക്കാരൻ വേണം. അല്ലാതെ എത്ര വെച്ചെടുത്ത് പറഞ്ഞാലും എന്തെല്ലാം ആ സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെട്ടാലും അദ്ദേഹം ബസ് മൂടിയാൽ നീ ദൈവപുത്രനെ വിശ്വസിക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചാലും
വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണം ആവുള്ളൂ, ആത്മാവ് കൊണ്ടുള്ള ശുദ്ധീകരണം കിട്ടില്ല. അപ്പോസ്തലന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവുന്നുള്ളൂ. അതുകൊണ്ട് ശരിയായ മാമോദീസ വേണം. പാസ്റ്ററെ ആ കാര്യം പഠിപ്പിക്കും. അല്ലെങ്കിൽ ഞാൻ ഇതിനൊന്നും സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു അപ്പോസ്തലൻ്റെ കൈവെപ്പുള്ള അപ്പോസ്തലൻ്റെയോ അല്ലെങ്കിൽ അവർ പട്ടക്കൂടത്ത് മൂപ്പന്മാരുടെയോ ശിഷ്യന്മാരുടെയോ ഇടയന്മാരുടെയോ സാന്നിധ്യത്തിലല്ലാതെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ഒരു സംഭവം വേദപുസ്തകത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചതാ, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാ. ഇതേവരെയും ഒരെണ്ണം കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നിങ്ങൾ പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായ കൈവെപ്പുണ്ടോ? ഓശയുടെ ദൈവം കൽപ്പിച്ച അഹറോനെ തൈലം കൊണ്ട് അഭിഷേകം ഞാൻ പറഞ്ഞത്, അതിനാണ് അഭിഷിക്തൻ. അല്ലാതെ സ്റ്റേജിലിരിക്കുന്ന അഭിഷിക്തന്മാരാണ് അവർക്ക് പരിശുദ്ധ റൂഹായുടെ ആവാസം ഉണ്ടായി, എവിടെ വെച്ചുണ്ടായിട്ടുണ്ടായി. ഞാൻ അതിനെപ്പറ്റി ഇതിനു മുമ്പ് പറഞ്ഞിട്ട് കൂടുതലായിട്ട് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള സന്ദർഭത്തിനല്ല, അത് പറയാതിരിക്കാനും പറ്റില്ല. പിന്നെ യാക്കോബ് 1:18 പറയുന്നു അത് തന്നെയാണ്. വചനം കൊണ്ട് നിങ്ങളെ ജനിപ്പിച്ചു പറഞ്ഞാൽ അവിടെ വചനം വെള്ളമല്ല, ആന്തരിക പരിവർത്തനമാണ്. അത് മനസ്സിലാക്കണം. നേരത്തെ പറയല്ലേ, ലോകം 120 പ്രസംഗിച്ചിട്ടും ആ കുടുംബമാത്ര രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവർ തശുപോയി. വചനം കൊണ്ടുള്ള ആത്മാവിൻ്റെ പരിവർത്തനം അതാണ് ആത്മാവ് കൊണ്ടെന്ന് പറയുന്നത്. അവിടെയാണ് വചനത്തിൻ്റെ ആവശ്യം. വെള്ളത്തിലല്ല വചനം വരേണ്ടത്. ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കുക. സുവിശേഷത്തിൽ ഞാനല്ലോ നിങ്ങളെ ജനിപ്പിച്ചത്. വിശുദ്ധനായ പൗലോസ് പറയുന്നുണ്ട്, സുവിശേഷത്തിൽ നിങ്ങളെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സുവിശേഷം കൊണ്ട് നിങ്ങളെ മുഖ്യ ജനിപ്പിച്ചു എന്നാണോ? സുവിശേഷം കൊണ്ട് നിങ്ങൾക്ക് ആത്മാവിൻ്റെ പരിവർത്തനം വരണം. ശൗലിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരോക്ഷമായിട്ടുള്ളൂ. അപ്പോൾ അവിടെ സുവിശേഷം പ്രസംഗിച്ചല്ലേ, നീ ആരാകുന്നു കർത്താവേ, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് പറഞ്ഞ് സുവിശേഷമൊക്കെ പറഞ്ഞു കൊടുത്തു. കർത്താവ് എന്ന് പറയും, നീ എഴുന്നേറ്റ് അനന്യാസിൻ്റെ അടുക്കൽ ചെല്ല്. അനന്യാസ് ശിഷ്യനെന്ന് പറഞ്ഞാൽ അവൻ പുരോഹിതനായിരുന്നു. വേദപുസ്തകത്തിൽ പുരോഹിതനല്ല, ശിഷ്യൻ എന്ന് പറയുന്നുള്ളൂ. കൈവെപ്പ് കൊടുക്കാൻ അധികാരമില്ലാത്തവനാണ് അനന്യാസെങ്കിൽ കർത്താവ് അവൻ്റെ അടുക്ക് വിടൂല, വേറെ ആരുടെങ്കിലും അടുത്ത് വിട്ടാൽ പോരെ. അവൻ ചെന്ന വഴി തന്നെ അവൻ്റെ തലയിൽ കൈവച്ചു, ചെതുമ്പൽ പോലെ കണ്ണിൽ നിന്ന് വീണു, അവനെ സ്നാനപ്പെടുത്തി. അവിടെയും വെള്ളത്തിലൊന്നും മുങ്ങുന്നില്ല. പക്ഷെ വചനമല്ല വെള്ളം. വചനത്താലുള്ള ജലശുദ്ധീകരണം വേറെ പറയുന്നുണ്ട്, അവിടെ ജലം വേണം. ഇത് മറിച്ച് സ്ഥാപിക്കാൻ നിങ്ങളോട് പറ്റില്ല. അപ്പോൾ വെള്ളമെന്ന് പറയുന്നത് വചനമല്ല, തീർച്ചയായിട്ടുമല്ല. അത് വെള്ളം കൊണ്ടോ ആത്മാവ് കൊണ്ടോ വേണം. വെള്ളം കൊണ്ട് മാത്രമോ മാമോദിസ എന്ന ബാഹ്യ ചടങ്ങ് പോരാ. ആത്മാവ് കൊണ്ട് മാത്രമോ ആന്തരിക പരിവർത്തനം കൊണ്ടും പോരാ. രണ്ടും ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ശാരീരികമായ ജനനം കൊണ്ട് ശാരീരികമായ കാഴ്ച കിട്ടും, ആത്മീയമായ ജനനം കൊണ്ട് ആത്മീയമായ കാഴ്ച കിട്ടും. അവന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ. ആത്മീയമായ ജനനം നിക്കോദീമോസ് എടുത്തിട്ടില്ല. വെള്ളം കൊണ്ടുള്ള മാമോദീസ അവൻ എടുക്കേണ്ട കാര്യമില്ല. അവൻ യഹൂദ മതത്തിൽ ജനിച്ചവനാണ്, വിജാതീയനല്ല. വിജാതീയനാണെങ്കിൽ ഒരിക്കലും സന്നിധി സംഘത്തിലൊന്നും അങ്ങനത്തെ കൊടുക്കൂല. അപ്പോൾ വെള്ളം എന്ന് വെച്ചാൽ വെള്ളം തന്നെയാണ്, വെള്ളം വചനമാണെന്ന് വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും പറയുന്നുമില്ല. വെറുതെ ദുർവ്യാഖ്യാനം നടത്തി തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. പിന്നെ പാസ്റ്റർ പറഞ്ഞു യോഹന്നാൻ 6:44,
എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ സാധ്യമല്ല. അത് വളരെ പരമാർത്ഥമാണ്. പിതാവിനാൽ ആകർഷിക്കപ്പെടണം. അപ്പോൾ സജി പാസ്റ്റർ പറഞ്ഞത് എല്ലാവരും ഭാവികളാണ്. ഭാവികൾക്കല്ലേ ദൈവത്തിൻ്റെ ആവശ്യം. അവർ പിന്നെ എവിടെ പോകും? അത് സജി പാസ്റ്റർക്ക് മാത്രം തോന്നി പറയും, ഭാവികൾക്ക് തോന്നണം. എന്നാലല്ലേ പിതാവിനാൽ ആകർഷിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു പിതാവിന് അവൻ്റെ മകനൊരു ഒരു കുട്ടിയെ കണ്ടുപിടിക്കണം മണവാട്ടിയായിട്ട്. അദ്ദേഹം ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കുട്ടിയെ കാണാൻ പോകണം അതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പാരമ്പര്യം പിതാക്കന്മാരാദ്യം പോകും. ഇപ്പം അങ്ങനെയൊന്നുമല്ല, അത് മാറ്റം വന്നു. പിതാവ് ചെന്നിട്ട് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പുത്രനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. പുത്രൻ ഈ പെണ്ണിനെ കാണുപോലും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പഴയ കാലങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. കാരണവന്മാർ പോയി ബന്ധമുറപ്പിക്കും. അപ്പോൾ പിതാവ് ഈ പെൺകുട്ടിയെ കാണുമ്പോൾ ഇവൻ എൻ്റെ മകന് പറ്റിയ മണവാട്ടിയാകാനുള്ള അർഹതയുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് അവളെ വധുവായി, മകന് വധുവായി അദ്ദേഹം സ്വീകരിക്കുകയുള്ളൂ. എല്ലാവരും ഭാവികളാ. പാസ്പോർട്ട് ശരിയാണ്. മനുഷ്യർക്ക് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തേക്കാണ്. ആ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുമ്പോൾ അവനെങ്ങനെ പിതാവിനെ വിളിക്കാൻ പറ്റണേ? അല്ലെങ്കിൽ അവനൊരു ആന്തരിക പരിവർത്തനം വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പിതാവിൻ്റെ അടുക്കൽ എത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സജീവാസ് പറഞ്ഞത് പിതാവ് വിളിച്ചാൽ ഉടനെ യേശുവിൻ്റെ അടുത്തേക്കല്ല കുരിശിക്കലേക്കാണ് പോകണം. ശരിയായിരിക്കും. എൻ്റെ ഭാഷ കുരിശെന്ന് പറഞ്ഞതാലും യേശു എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. അത് പാസ്റ്റർ ആദ്യം മനസ്സിലാക്കണം. ക്രൂശിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ആരുടെ വചനം? യേശുവിൻ്റെ വചനമാണ്. അത് പാസ്റ്റർ അംഗീകരിക്കണ്ടോ? മറ്റൊന്നും പറയാം. ഗലാത്യർ 6:14 പറയാം, കർത്താവായ ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. കർത്താവിൻ്റെ ക്രൂശിൽ, കർത്താവാകുന്ന ക്രൂശിൽ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്, അല്ലാതെ പ്രശംസിപ്പാൻ എനിക്ക് ഇടവരരുത്. അപ്പം ക്രൂശിന് അത്രമാത്രം പൗലോസ്ലിയെ മാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ മാനമൊന്നുമില്ല. കുരിശ് വരയ്ക്കില്ല. കുരിശ് കണ്ട സ്ലീവ വന്ന് നോക്കുക, വിഗ്രഹാരാധനയാണെന്ന് നിങ്ങൾ പറയും. കുരിശിനെ പറ്റി വലിയ പ്രസംഗം. അയ്യോ, യേശുക്രിസ്തു ക്രൂശിൽ മഹാത്യാഗമായിട്ട് തീർന്നു, ബലിയായിട്ട് തീർന്നു, അവൻ ദഹിച്ച് ഇല്ലാണ്ടായി, പിതാവിനെ കൈവിട്ടു. അയ്യോ, 2000 കൊല്ലങ്ങളായ ആളുകൾ ഇതൊക്കെ കേൾക്കണം. പക്ഷേ ഒത്തിരി വികാരം കൊണ്ടിട്ടൊന്നും ആരും മാനസാന്തരപ്പെടില്ല. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇവിടെ പിതാവ് കൈവിട്ടിട്ടില്ല. പാസ്റ്റർക്ക് ഓരോ തോന്നണ പിതാവ് കൈവിട്ടു. കൈവിട്ടത് എന്തെന്ന് പുത്രൻ വേദന കൊണ്ട് ചോദിച്ചു. അപ്പോഴും പിതാവ് കൈവിട്ടിട്ടില്ല എന്ന് പുത്രനറിയാം. കാരണം പിതാവിൻ്റെ സംഭവത്തോടും പരിശുദ്ധ റൂഹായുടെ അനുവാദത്തോടും കൂടിയാണ് പുത്രൻ ഇത് ഏറ്റെടുത്തത്. പിതാവ് ആവശ്യപ്പെട്ടിട്ടല്ല, പുത്രൻ്റെ ആദ്യമേ സമ്മതിച്ചിരിക്കുകയാണ്. അതാണ് ലോക സ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാണത്. മനുഷ്യൻ പാപം ചെയ്യുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാലാഖമാർ പാപം ചെയ്തു. പിന്നെയാണ് മനുഷ്യൻ അവനെ സൃഷ്ടിച്ചാൽ പാപം ചെയ്യും. വേണ്ട, ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ അവർക്ക് വേണ്ടി പ്രായശ്ചിത്ത യാഗം നടത്തിക്കൊള്ളാം. ആ പ്രായശ്ചിത്ത യാഗമാണ് ക്രൂശിൽ കണ്ടത്. ആ കുരിശിനെ വന്നിരിക്കുന്ന ആ സ്ലീവ വന്ന അർത്ഥമുള്ള കുരിശ് കർത്താവിൻ്റെ ഒരു പ്രതീകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രതീകത്തിൻ്റെ ആവശ്യം പിന്നെ ഒരു വീരയിടാം. കുരിശ് വരയ്ക്കണം. നിങ്ങൾ കുരിശ് വരയ്ക്കില്ല. നിങ്ങളുടെ പള്ളികളുണ്ടോയെന്ന് അറിയില്ല. പള്ളികളിൽ കുരിശിൻ്റെ ഒരു കുരിശ് വയ്ക്കുകയൊന്നും ചെയ്യില്ല.
കുരിശിൻ്റെ ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ കുറ്റം പറഞ്ഞു നടക്കും. കറുത്ത തൊപ്പി വെച്ച് അതിനെ കുറ്റം പറഞ്ഞുണ്ടാക്കും. എന്തുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് പാസ്റ്റർ കേട്ടാലും കേട്ടില്ല എന്ന് അടിക്കുള്ളൂ, അതെനിക്കറിയാം. കാതലായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ പാസ്റ്റർക്ക് ഒരു മറുപടിയില്ല. അതിനെ ഖണ്ഡിക്കാൻ പാസ്റ്ററിന് പറ്റില്ല. പിതാവിൻ്റെ ആദ്യകാലം ഉള്ളൊരു ആഗ്രഹമാണ് പുത്രന് കുരിശിൽ തന്നെ മരിക്കണമെന്ന്. അതറിയാമോ? അതറിയാമല്ല. ഉൽപ്പത്തി 4:15 വായിച്ചു നോക്ക്. കായൻ പറഞ്ഞു, എന്നെ കണ്ട, എന്നെ ആരെങ്കിലും കണ്ട എന്നെ കൊല്ലും, ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരടയാളം കൊടുത്തു, അത് കുരിശാകൃതിയിലായിരുന്നു എന്നാണ്. അവിടെ കുരിശിന്ന് എഴുതി വെച്ചോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുപടി വരാനില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആന്തരിക അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ പോലെ ആന്തരിക അർത്ഥത്തിൽ എടുക്കണമെന്ന് പറയും. അപ്പം ഇതും താവ് എന്ന അക്ഷരം എഴുതി വെച്ച് കൊടുക്കും. അത് കുരിശാകൃതിയിലാണ്. ആ കുരിശ് മൂലമാണ് നോഹയുടെ വെള്ളം കുരിശാകൃതിയിൽ സഞ്ചരിച്ച് നോഹയുടെ പെട്ടകേ. അങ്ങനെ ഒത്തിരി ഉദാഹരണം. അപ്പം അതൊക്കെ കണക്കിലെടുക്കണം മാസ്റ്ററെ. കുറേ വാചകടിച്ചിട്ട് കാര്യമല്ലോ. ഭാഷെന്നും പറയുമ്പോഴേക്കും വിഷയത്തിൽ നിന്ന് തെറ്റി അങ്ങ് പോകും. കൂടുതൽ സമയം സംസാരിച്ചെന്ന് വരുത്താനാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അങ്ങ് പറഞ്ഞു, ഇബ്രാഹാമിന് ഇസ്ഹാക്ക് ജനിച്ചു, ഇശ്മായേൽ ജനിച്ചു, കെത്തൂറായിൽ കുറെ മക്കൾ ജനിച്ചു. 3 മക്കളെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ദൈവം ആരെ സ്വീകരിച്ചത്? വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനാണ് ദൈവം അംഗീകരിച്ചത്. ആ ഇസ്ഹാക്കിൻ്റെ തലമുറയിൽപ്പെട്ടവരാണ് ഞങ്ങളെ, വാഗ്ദത്ത സന്തതികളുടെ മക്കൾ. ചുരുക്കി പറഞ്ഞാൽ ശരിയായ മാമോദീസ കിട്ടിയ കർത്താവിൻ്റെ ശുദ്ധജനവും പുരോഹിത വർഗവും. പുരോഹിത വർഗത്തിൽ നിന്ന് പുരോഹിതന്മാരെടുക്കും, അത് അറിയാം. എൻ്റെ ഭാഷ നിങ്ങൾക്കൊന്നും വാഗ്ദത്ത സന്തതിയുടെ മക്കളാണ് തലമുറയെന്ന് പറയാൻ പറ്റൂല. മാമോദീസയുടെ ആവശ്യം ഞാൻ ശരിക്കും പറഞ്ഞായിരുന്നു. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ കഥയിൽ നിന്ന് ഒഴിവാക്കേണ്ട നല്ല കാര്യമുണ്ടോ? അതിനെപ്പറ്റിയുള്ള വീഡിയോ കഴിഞ്ഞുകൊണ്ട് ഇട്ടായിരുന്നു. ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. അപ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കി പാസ്റ്റർ ഈ പെന്തക്കോസ്തിൽ നിന്നൊക്കെ മാറിപ്പോ. ഞങ്ങളുടെ അച്ഛന്മാരിൽ കുറ്റക്കാരുണ്ട്, നിങ്ങളുടെ പാസ്റ്റർമാരിൽ കുറ്റക്കാരുണ്ട്. അതൊക്കെ പാസ്റ്റർ സമ്മതിക്കണ്ടല്ലോ. അച്ഛന്മാരുടെ കുറ്റമോ പാസ്റ്ററുടെ കുറ്റമോ അനുസരിച്ചുള്ള സത്യവിശ്വാസം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ബൈബിളിനെ മാത്രം ആധാരമാക്കിയില്ല. ബൈബിളില്ലാത്ത സമയത്ത് സഭയുണ്ടായിരുന്നില്ലേ? അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് ശരിയായ പഠനം നടത്തുക. ഇത് പഠിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ദുർവ്യാഖ്യാനങ്ങൾ നടത്താതെ വെള്ളം വചനമാണ്. അത് നിങ്ങൾ ബന്ധുക്കസാർ മുഴുവൻ അങ്ങനെ പറഞ്ഞത് കേട്ടു. ഒരിക്കലും കൂടെ ചോദിക്കണം, ഈ വെള്ളത്തിന് വചനം കൊണ്ടും ആത്മാവുകൊണ്ടും കർത്താവിന് പറയാൻ പറ്റില്ല. അത് ധിക്കരിച്ച് ശിഷ്യന്മാർ ചെയ്തോ? പറയോ? ഒരിക്കലും പറയില്ല. കെടാത്ത ബീജം അവിടെ ആത്മാവിൻ്റെ പരിവർത്തനമാണ്. വിശേഷം വചനമാണ്, പക്ഷെ ആ വചനം കൊണ്ടുള്ള ആന്തരിക പരിവർത്തനം വേണം. അതാണ് ആത്മാവ് കൊണ്ടെന്ന് പറയണത്. അവിടെ വെള്ളത്തിൻ്റെ കൂടെ ചേർക്കണ്ട. വെള്ളം വേറെ, ആത്മാവിൻ്റെ പരിവർത്തനം വേറെ. ഇത് രണ്ടും വേണം. അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വെള്ളം തന്നെ. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും, വെള്ളമെന്ന ബാഹ്യകർമ്മം കൊണ്ടും. കർമ്മം എന്ന് വരുമ്പോഴേക്കും നമ്മൾ പേടിക്കുക. അപ്പോൾ ബന്ധുക്കസുകാരെന്തിനാ കർമ്മം വേണമെങ്കിൽ വെള്ളത്തിൽ വെക്കണതിനാ? അതിനെ മാത്രം പറയാം. വെള്ളത്താലും വചനത്താലും ആണെങ്കിലും പിന്നെ എന്തിനാ വെള്ളത്തിൽ പൊക്കണേ? IPC-കാരൊക്കെ പാസ്റ്റർ പൊക്കണ്ടെന്ന് എനിക്കറിയാമല്ല. പാസ്റ്ററുടെ സഭ ഏതാണെന്നോ കൂട്ടായ്മ ഏതാണെന്നോ പാസ്റ്റർ പറയണമില്ല. ഞങ്ങളെന്ന് പാസ്റ്റർ പറയുന്നുണ്ടെങ്കിലും പാസ്റ്ററല്ലാണ്ട് വേറെ പാസ്റ്ററുടെ ആ
ആശയം അല്ലെങ്കിൽ പാസ്റ്ററുടെ സുവിശേഷം പ്രസംഗിക്കുന്ന വേറെ ആരും ഇതുവരെ കണ്ടിട്ടുമില്ല. വേറെ ആളുണ്ടെങ്കിൽ ഉണ്ടായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല അതാണ്. അപ്പോൾ വെള്ളം തന്നെയാണ്. വചനം കൊണ്ടുള്ള ആന്തരിക പരിവർത്തനമാണ് ആത്മാവ് കൊണ്ടും. അത് പരിശുദ്ധാത്മാവിനാണ് സംഭവിക്കുന്നത്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.